കുടരഞ്ഞി കൂമ്പാറയിൽ മിനി പിക്കപ്പ് ലോറി കുഴിയിലേക്ക് വീണ് ഒരാൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശിയായ ഷാഹിദുൽ ഷെയ്ഖാണ് മരിച്ചത്. 17 പേർക്ക് പരിക്കേറ്റു. കോൺക്രീറ്റ് ജോലി കഴിഞ്ഞ് മടങ്ങിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. സ്ഥലത്ത് തിരുവമ്പാടി MLA-യും തിരുവമ്പാടി CIയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തിരുവമ്പാടി CIയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശരിയായ സമീപനമല്ലെന്ന് ലിൻഡോ ജോസഫ് MLA 24-നോട് പറഞ്ഞു. ഒരു അപകട സ്ഥലത്ത് പോലീസ് പൊതുവിൽ കാണിക്കേണ്ടുന്ന ഒരു ജാഗ്രതയുണ്ട്. പക്ഷേ CIയുടെ ഭാഗത്തുനിന്ന് ആ രൂപത്തിലുള്ള ഉയർന്ന നിലയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ചെറിയ വാക്കുതർക്കം മാത്രമാണ്. അതിൽ SP-യോടും അതുപോലെ തന്നെ DVSP-യോടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ പ്രസ്തുത വിവരം അപ്പോൾ തന്നെ ഞാൻ വിളിച്ചറിയിച്ചിരുന്നു. മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിരുന്നു, 10-ലധികം ആളുകൾക്ക്. ഇവരുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണോ? ഇവരെല്ലാം ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളുകളാണോ? ഗൂഗിൾ, നിലവിൽ ഇപ്പോൾ 16 പേരാണ് ചികിത്സയിലുള്ളത്. 17 പേർക്കായിരുന്നു പരിക്കേറ്റുണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് മരിച്ചത്. പശ്ചിമ ബംഗാൾ സ്വദേശി ഷാഹിദുൽ ആണ് മരിച്ചത്. ബാക്കി ചികിത്സയിലുള്ള 16 പേരുടെ ആരോഗ്യനില തൃപ്തികരം എന്ന് തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. വൈകിട്ട് 7 മണിയോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. കോഴിക്കോട് കൂമ്പാറ കക്കാടംപൊയിൽ റോഡിലെ മേലെ കൂമ്പാറയിൽ വെച്ച് നിയന്ത്രണം വിട്ട ഈ മിനി പിക്കപ്പ് ലോറി 50 അടിയോളം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഒരു വീടിന്റെ ടെറസും കഴിഞ്ഞ് അതിലും താഴോട്ട് വീഴുകയായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരും മുക്കം ഫയർഫോഴ്സും എല്ലാമാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ട ഈ 17 പേരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച് KMCT-യിൽ വെച്ചാണ് ഈ അതിഥി തൊഴിലാളിയായ ഷാഹിദുൽ മരിച്ചത്. പിന്നീട് അവിടെ കൂടിയിരുന്ന നാട്ടുകാരെ അവിടെ നിന്നും മാറ്റുന്നതായിരുന്നു CI. അത് മാറ്റുന്നതിനിടയിലാണ് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫും ഈ CIയും തമ്മിലൊരു വാക്കുതർക്കമുണ്ടായത്. ഈ വാക്കുതർക്കത്തിൽ ഈ ഒരു CIക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്നാണ് ഇപ്പോൾ MLA ആവശ്യപ്പെട്ടുള്ളത്. ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ട നടപടിയല്ല ഈ CIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നാണ് ലിൻഡോ ജോസഫ് 24-നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ CIക്കെതിരെ വടകര റൂറൽ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്, DYSP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഒരു വകുപ്പ് തല നടപടി വേണം എന്നാണ് ഇപ്പോൾ MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചികിത്സയിലുള്ള 16 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഗോകുൽ. ശരി. കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിലാണ് പിക്കപ്പ് ലോറി മറിഞ്ഞ ഒരു അതിഥി തൊഴിലാളി പശ്ചിമബംഗാൾ സ്വദേശി മരിച്ചത്. മറ്റ് 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ നില തൃപ്തികരമെന്നതാണ് മിഥില ബാലൻ നൽകുന്ന വിവരം.